എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുബാറക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ്. ഇപ്പോൾ 8 വരി പാത നിർമ്മിച്ച ഈ സ്ഥലത്തെ കൂടി യാത്ര ചെയ്യുകയാണ്. കണ്ടിട്ട് അതിമനോഹരമാണ്. ഈ കാണുമ്പോൾ ഏതോ ഫോറിനിലുള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇത്രയും നല്ല റോഡ് ഈ 8 പാത നിർമ്മിച്ച അതിന് സഹകരിച്ച നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. വികസനത്തിൻ്റെ കാര്യത്തിൽ മോദിയെ വെല്ലുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. അഴിമതിയുടെ കാര്യത്തിൽ വളരെ പിന്നിലാണ് മോദി സർക്കാർ. പക്ഷേ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് സാറിനോട് ചോദിച്ചേ പറ്റും. അതിന് ഉത്തരം തന്നുകൊണ്ടേയിരിക്കണം. സാറേ, ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. എല്ലാ കാര്യത്തിലും സാർ മുമ്പിലാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന കാര്യങ്ങളിൽ സാർ ഇന്ന് വരെ ഒരു ചോദ്യം ചെയ്തില്ല, ഒരു ഖേദപ്രകടനം നടത്തിയില്ല. പള്ളി പൊളിക്കുന്ന കാര്യമായാലും ഒന്നിലും. അതുപോലെ തന്നെ കേരളത്തിൽ കുറേ നേതാക്കന്മാരുണ്ട് മുസ്ലിങ്ങളെക്കുറിച്ച് മോശമായി അഭിപ്രായപ്പെടുന്നത്. അതിനെ സാർ ചോദ്യം ചെയ്തില്ല. സാർ, ഒരു കാര്യം ഞങ്ങൾ പറയുന്നു. സാർ ഒരു വർഗീയ ചിന്താഗതിക്കാരനല്ലാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ സാറിൻ്റെ കൂടെ എല്ലാ മുസ്ലിങ്ങളും ഇവിടെ വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടാവും. ഒരു പാർട്ടിക്കും മുസ്ലിങ്ങളെ വോട്ട് കിട്ടൂല സാർ. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ചില കാര്യങ്ങൾ എല്ലാം അതിന് ഒക്കെ മുസ്ലിങ്ങൾക്ക് എതിരെ, ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള കാര്യങ്ങളാണ് സാർ. അതൊക്കെ മുസ്ലിങ്ങൾക്ക് ഒരു അനുകൂലമായ കാര്യങ്ങളല്ലേ സാർ പാസ്സാക്കേണ്ടത്. ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം സാർ തരണം. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും സാറിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഈ റോഡിൻ്റെ കാര്യത്തിലായിട്ടും വികസനത്തിൻ്റെ കാര്യത്തിലും ഏതെങ്കിലും ഒരു ഓഫീസിലെ കാര്യങ്ങളായെങ്കിലും അതെല്ലാം ഡിജിറ്റലായതോടുകൂടി അതെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. പ്രശ്നം നമുക്ക് ചോദിക്കാനുള്ളത്, ഒരു മുസ്ലിം ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ഒരാൾ സംഘികളെയോ അല്ലെങ്കിൽ RSSനെയോ BJPനെയോ പറഞ്ഞാൽ അതിനെ തീവ്രവാദ പട്ടികയിലിട്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ BJPയോ RSSൻ്റെ ആൾക്കാർ മുസ്ലിങ്ങളെ പറ്റി മൊത്തം ജാതിയെക്കുറിച്ച് മോശം പറഞ്ഞപ്പോൾ ഒരു കേസ് പോലും അവരെ കൊണ്ടെടുക്കാതെ അവരെയും തീവ്രവാദ പട്ടികയിൽ ഉൾക്കൊള്ളിക്കണമെന്നാണ് സാർ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ സങ്കടപ്പെടുത്തരുത് സാർ. തീർച്ചയായും ഞങ്ങളെ കൂടെ നിൽക്കണം. ഒരു മന്ത്രിമാർ പോലും, ഒരു MP പോലും സാറിൻ്റെ ഈ മന്ത്രിസഭയിൽ ഇല്ലാത്തതും ഞങ്ങൾക്ക് വളരെയധികം വിഷമമാണ് സാർ. ഓക്കെ.